Hi guys, welcome to Lee Talks. നമ്മൾ ഇന്ന് Lee Talksന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് വരാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ചെറിയ ചാർക്കോൾ ചിക്കൻ ഐറ്റം ആണ്. ഔട്ട്ഡോർ ആണ് കുക്കിംഗ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് അതിന്റെ ചിക്കനെ മാഗ്നേറ്റ് ചെയ്യുന്നതിന്റെ റെസിപ്പി ഐറ്റംസ് ഒക്കെ പറഞ്ഞു തരാം. അപ്പം പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് രീതികൾ പരിപാടിയൊക്കെ. ഓക്കേ. ഇതാണ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നതെന്ന് ഇനി കാണാം കേട്ടോ. ഇതിനകത്ത് ഇതാണ് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാക്കി വെച്ചേക്കുന്ന സാധനം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, മുളക് പൊടി, ഒലിവ് ഓയിൽ, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് അരച്ച് രാവിലെ തന്നെ ഇത് തേച്ച് പുരട്ടി വെക്കണം. എന്നാലേ അതിനകത്ത് പിടിക്കത്തുള്ളൂ. നമ്മൾ ഇത് ചുടാൻ എടുക്കുന്നതിനും ഒരു 6-7 മണിക്കൂർ മുമ്പേ ഇത് ചെയ്യണം. ഇനി നെക്സ്റ്റ് കുക്കിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ സാധനം വെക്കാൻ പോവാണ്. നമ്മുടെ കനലൊക്കെ സെറ്റായിട്ടുണ്ട്. കുറേ നേരത്തെ പണിയാണ്. നമ്മുടെ മസാല കൂട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ കനലിലാണ് മെയിൻ കാര്യം. കനലിൽ മാക്സിമം ചൂട് എത്രത്തോളം ഉണ്ടാകുന്നു, ഏറ്റവും നല്ല ചൂടിൽ കുറച്ച് നേരം കൊണ്ട് കുക്ക് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ കരിയാതെ നമുക്ക് സാധനം കിട്ടും. ഇതിങ്ങനെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ടുകൊണ്ട് കൊടുക്കണം. നമുക്കിന്നിവിടെ ഗസ്റ്റ് ഉണ്ട് 2 പേര്. ആദ്യം നമ്മൾ ചേച്ചിയെ കണ്ടു, ഇനി ഒരാളും ഉണ്ട്, ഒരു കൊച്ചു കുഞ്ഞ്. ഇവർക്ക് വേണ്ടി നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇതുണ്ടല്ലോ, മസാലക്കൂട്ടൊക്കെ ഇതിൽ നല്ലപോലെ പുരട്ടി കൊടുക്കണം. നമ്മളിവിടെ ഗ്രില്ലാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഗ്രില്ലിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലെ നെറ്റോ നല്ല എന്താണ് ഇരുമ്പിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാത്ത നെറ്റൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുമ്പ് വീഡിയോസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതേ വാക്ക് തന്നെ പിന്നെയും പറയുകയാണ്. വീട്ടിൽ കുക്കിങ്ങിൻ്റെ അകത്ത് ഒരുപാട് റൂൾസൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ആദ്യം കുഞ്ഞാറ്റ പറഞ്ഞു, നമ്മുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ഇനി ഇവിടെ കുഞ്ഞാറ്റയും കണ്ട് നമുക്കൊരു പാട്ട് പഠിപ്പിക്കാം. കുഞ്ഞാറ്റേനെ ഏത് പാട്ടാ പാടുന്നത്? പാടി. അടിപൊളി. നമ്മളിപ്പോൾ ഒരു കൂട്ട് മസാല അടിച്ചിട്ടുണ്ട്. ഇതൂടെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിനെ മാറ്റുക. ഇതിനെ മാറ്റി ബാക്കി കുക്കിംഗ് ഉണ്ട്. കുക്കിംഗ് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു അടുത്തൊരു സെറ്റുണ്ട്, അതിനോടെ കയറ്റണം. അപ്പം നല്ല അവസാനം എല്ലാം ഒരേ സമയത്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എല്ലാം ഒരുമാതിരി ഹാഫ് കുക്ക്ഡ് വരുവായിട്ടുണ്ട്. അപ്പർ സൈഡിൽ മസാല ചേച്ചങ്ങളൊന്ന് ശരിക്കും പിടിച്ചാൽ തൽക്കാലം ഇവനെ ഒന്ന് മാറ്റാം. ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ കനലിലാണ് കാര്യം. ഇത്രയും നല്ല ടെമ്പറേച്ചറിൽ ഏറ്റവും മിനിമം നേരം കൊണ്ട് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പെർഫെക്റ്റ് സാധനം. ഒട്ടും കരിയാതെ കറക്റ്റ് സാധനം അപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും.
ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ബാക്കി മയോണൈസ് ഒക്കെ ഉണ്ടാക്കണം. നമുക്ക് അകത്തോടെ വേണ്ടി ഇപ്പോൾ അതായിട്ട് മയോണൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം മുട്ട തല്ലി പൊട്ടിക്കണം. നമ്മളിതിനായിട്ട് ഇത് 3 മുട്ടയുടെ വൈറ്റും 2 മുട്ടയുടെ യോക്കോ യൂസ് ചെയ്യുന്നത്. ആദ്യം എടുത്തതിൻ്റെ അകത്തുനിന്ന് കുറേ കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കട്ടായി, മൂന്നാമത്തെ നമ്മൾ ഫുൾ ഇടും. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളി നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിക്കാം. അടിച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ട ജാറല്ല ഇപ്പോൾ എടുത്തേക്കുന്നത്. ആ ജാറ് നമ്മുടെ തൽക്കാലം കംപ്ലൈൻറ്റ് ആയി പോയതുകൊണ്ട് ജ്യൂസർ ജാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പഞ്ചസാര ഒരു 1.5 സ്പൂൺ ഇടാം. ഉപ്പ് ഒരു നുള്ളു മതി, ജസ്റ്റ് ഒരു ടേസ്റ്റിന്. നമുക്ക് അടുത്തായിട്ട് നാരങ്ങയാണ് ചേർക്കാനുള്ളത്. നാരങ്ങയുടെ കുരു അകത്ത് പോരുത്, അത് നോക്കിക്കോണം. നമുക്ക് കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എന്തോരം കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് ചെയ്യുക. നമുക്ക് നല്ല കൺസിസ്റ്റൻസി വേണം, അതുകൊണ്ട് നമ്മൾ നല്ലപോലെ എണ്ണ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കുറവ് മതിയെങ്കിൽ കുറച്ച് എണ്ണ ഇട്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ മയോണൈസിൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. സംബന്ധം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം സാധനം എടുക്കാൻ. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. നമ്മൾ ചിക്കൻ്റെ കൂടെ എടുക്കുമ്പോൾ കറക്റ്റ് വൈറ്റ് ആണെങ്കിൽ കുറച്ചൊരു ബെറ്ററാണ്. കുഞ്ഞാറ്റേ, ഫുഡ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ? മധുരമായിരുന്നോ? എരി ഉണ്ടായിരുന്നോ? ചിക്കനിൽ എരി ഉണ്ടായിരുന്നോ? ഫുഡ് മൊത്തമായിട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും പറഞ്ഞേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.